ഹായ് ഓൾ, എല്ലാവരും ഒരിക്കൽ കൂടി പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മൾ കുറേ കാലത്തെ ഒരു ഗ്യാപ്പിന് ശേഷമാണ് പുതിയൊരു വീഡിയോ ചെയ്യുന്നത്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സെൽഫ് കോൺസെപ്റ്റിനെ കുറിച്ചാണ്. ലോ ഓഫ് അസംഷനിലെ അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷനിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് സെൽഫ് കൺസെപ്റ്റ്. ഞാൻ എൻ്റെ മാനിഫെസ്റ്റേഷൻ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് സെൽഫ് കോൺസെപ്റ്റിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ടെങ്കിലും സെൽഫ് കോൺസെപ്റ്റിനെ കുറിച്ച് ഞാൻ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടില്ലായിരുന്നു, അല്ലെങ്കിൽ ഞാൻ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് അതിനെക്കുറിച്ച് അറിയാൻ ശ്രമിച്ചിരുന്നില്ല. അതിൻ്റെ പിന്നിലും കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഞാൻ വിശദമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. പക്ഷേ എൻ്റെ പല മാനിഫെസ്റ്റേഷൻസും അല്ലെങ്കിൽ എൻ്റെ മാനിഫെസ്റ്റേഷൻ ജേണിയിൽ ഏറ്റവും കൂടുതൽ ഡിലേ വന്നത് ഞാൻ സെൽഫ് കോൺസെപ്റ്റിനെ കുറിച്ച് പഠിക്കാഞ്ഞത് കൊണ്ടും അല്ലെങ്കിൽ ഞാൻ സെൽഫ് കോൺസെപ്റ്റ് പ്രാക്ടീസ് ചെയ്യാത്തത് കൊണ്ടുമാണ് എൻ്റെ മാനിഫെസ്റ്റേഷനിൽ ഏറ്റവും കൂടുതൽ ഡിലേ വന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ എൻ്റെ മാനിഫെസ്റ്റേഷൻ ജേർണി കംപ്ലീറ്റ് ആകുന്നതിൻ്റെ ഒരു അവസാന ഘട്ടത്തിലാണ് ഇനി എന്താണ്, ഞാൻ എല്ലാം ചെയ്തു, ഞാൻ എല്ലാ ടെക്നിക്കുകളും ചെയ്യുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, എന്താണ് ഡിലേ ആകുന്നത്, എന്താണ് ലേറ്റ് ആകുന്നത് എന്നുള്ള ചിന്തയിൽ നിന്നുമാണ് ഞാൻ കുറേ കൂടി, അതുമല്ല ഞാൻ കോച്ചിങ് എടുത്ത എൻ്റെ കോച്ചുമാരിൽ നിന്നുമൊക്കെ നമ്മുടെ സെൽഫിലാണ്, നമ്മുടെ സെൽഫ് കൺസെപ്റ്റിലാണ് നമ്മൾ ആദ്യം വർക്ക് ചെയ്യേണ്ടത്. നമ്മുടെ സെൽഫിൽ നമ്മൾ വർക്ക് ചെയ്താൽ ബാക്കിയൊക്കെ നമ്മുടെ ലൈഫിൽ തനിയെ വന്നോളും. അതിൽ നിന്നാണ് ഞാൻ സെൽഫ് കൺസെപ്റ്റിനെ കുറിച്ച് ഞാൻ കൂടുതൽ പഠിക്കുകയും അതിൽ ഞാൻ പ്രാക്ടീസ് ചെയ്യുകയും ചെയ്തത്. ഞാൻ എൻ്റെ ചാനലിൽ ഇടുന്ന വീഡിയോകളിൽ ആദ്യത്തെ തന്നെ ഒരു വീഡിയോ, ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് എൻ്റെ ചാനലിലെ 3ാമത്തെ വീഡിയോ ആണ്. അപ്പോൾ എനിക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു ആദ്യം തന്നെ സെൽഫ് കോൺസെപ്റ്റിനെ കുറിച്ച് വീഡിയോസ് ചെയ്യണം. കാരണം ഞാനൊത്തിരി എൻ്റെ മാനിഫെസ്റ്റേഷൻ ജേർണിയിൽ ഞാൻ ഒരുപാട് ഇതില്ലാത്തത് കാരണം, അതായത് എൻ്റെ സെൽഫ് കൺസെപ്റ്റ് വർക്ക് ഞാൻ ചെയ്യാത്തത് കൊണ്ട് മാത്രം ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. എന്നെ കേൾക്കുന്ന എൻ്റെ സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ എൻ്റെ വ്യൂവേഴ്സ് അവരൊരിക്കലും ഇതിനകത്ത് സ്ട്രഗിൾ ചെയ്യരുത് എന്നുള്ളൊരു ചിന്തയിൽ നിന്നാണ് ഞാൻ ആദ്യം തന്നെ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. നമ്മൾ പലരും, പ്രത്യേകിച്ചും ലോ ഓഫ് അട്രാക്ഷൻ കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ടൊക്കെ വന്നിട്ടുള്ള പലരും എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടായിരിക്കും സെൽഫ് ലവ് അല്ലെങ്കിൽ സെൽഫ് കൺസെപ്റ്റ്, അതിനെക്കുറിച്ചൊക്കെ കുറച്ചെങ്കിലുമൊക്കെ ലോ ഓഫ് അട്രാക്ഷൻ കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ടൊക്കെ വന്നിട്ടുള്ള ആൾക്കാർ എന്തായാലും കേട്ടിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. നമ്മൾ സെൽഫ് ലവ് പലരും തെറ്റിദ്ധരിക്കാറുണ്ട്. പലരുമല്ല, മെജോറിറ്റി ആൾക്കാരും സെൽഫ് കൺസെപ്റ്റിൻ്റെ കാര്യത്തിൽ തെറ്റിദ്ധരിക്കുന്നൊരു കാര്യമാണ്, അതായത് സെൽഫ് ലവും സെൽഫ് കൺസെപ്റ്റും ഒന്നാണെന്ന്. അത് വളരെ തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. സെൽഫ് ലവും സെൽഫ് കൺസെപ്റ്റും ഒന്നല്ല. സെൽഫ് ലവും സെൽഫ് കൺസെപ്റ്റും രണ്ടാണ്. അതിനെക്കുറിച്ച് ഞാൻ നിങ്ങളോട് വളരെ വിശദമായിട്ട് പറഞ്ഞു തരാം. നമുക്ക് വരുന്ന എപ്പിസോഡുകളിലൊക്കെ, വരുന്ന ദിവസങ്ങളിലൊക്കെ അതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ടുള്ള വീഡിയോകൾ ചെയ്യാം. സെൽഫ് ലവ് നല്ലതാണ്, അത് ഓക്കെയാണ്. പക്ഷേ സെൽഫ് ലവ് അല്ല ഒരിക്കലും സെൽഫ് കൺസെപ്റ്റ്. സെൽഫ് കൺസെപ്റ്റ് എന്ന് വെച്ചാൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മളെ എങ്ങനെ കാണുന്നു, നമ്മുടെ ചുറ്റുപാടുകളെ നമ്മൾ എങ്ങനെ കാണുന്നു, അതാണ് ശരിക്കും സെൽഫ് കൺസെപ്റ്റ്. അതനുസരിച്ചായിരിക്കും നമ്മുടെ ലൈഫ് എങ്ങനെ പോകണം എന്ന് തീരുമാനിക്കുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഞാൻ എന്നെ ഇങ്ങനെയാണോ കാണുന്നത് അങ്ങനെയാണ് എൻ്റെ ചുറ്റുമുള്ളവരെല്ലാം എന്നെ കാണുന്നത്. ഞാൻ എന്നെക്കുറിച്ച് എന്താണോ ചിന്തിക്കുന്നത് അങ്ങനെ തന്നെയാണ് എൻ്റെ ചുറ്റുമുള്ളവരൊക്കെ എന്നെക്കുറിച്ച് ചിന്തിക്കുന്നത്. ഞാൻ എന്നെക്കുറിച്ച് വളരെ നന്നായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ എൻ്റെ ചുറ്റുപാടുമുള്ള ലോകം മുഴുവൻ എന്നെ അങ്ങനെ കാണുകയും, ഞാൻ എന്നെക്കുറിച്ച് മോശമായിട്ടാണ് ചിന്തിക്കുന്നതെങ്കിൽ എൻ്റെ ചുറ്റുപാടുമുള്ള എല്ലാ മനുഷ്യരും അല്ലെങ്കിൽ എൻ്റെ സാഹചര്യങ്ങളും എൻ്റെ ചുറ്റുപാടുകളും എല്ലാം എന്നെ അങ്ങനെ കാണുകയും ചെയ്യും. അതാണ് സിമ്പിളായിട്ട് പറഞ്ഞാൽ സെൽഫ് കോൺസെപ്റ്റ്. കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുകയാണെങ്കിൽ, നമ്മളൊരു മനുഷ്യൻ ജനിച്ചു കഴിയുമ്പോൾ നമ്മളൊരു പ്യുവർ സോളായിട്ടാണ് ജനിക്കുന്നത്. നമ്മുടെ ഉള്ളിലൊന്നുമില്ല, നമ്മുടെ തലച്ചോറിലൊന്നുമില്ല, നമ്മുടെ ചിന്തകളിലൊന്നുമില്ല. നമ്മൾ പ്യുവറായിട്ട് ജനിക്കുന്നു. നമ്മുടെ കുട്ടിക്കാലം, അതായത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു 7-8 വയസ്സ് കാലത്തോളം നമ്മുടെ സറൗണ്ടിങ്സിൽ നിന്ന് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നു. അത് കാരണം നമുക്ക് ഒരുപാട് വിശ്വാസങ്ങളുണ്ടാകുന്നു. പിന്നെ ആ വിശ്വാസങ്ങൾ വെച്ചിട്ടാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് വർക്കായിക്കൊണ്ടിരിക്കുന്നത്. ചെറിയ കാലഘട്ടത്തിലെ ഒരു കുട്ടിയോട് നിന്നെ ഒന്നിനും കൊള്ളത്തില്ല, അല്ലെങ്കിൽ നീ ഒന്നിനും കൊള്ളാത്തവനാണ്, നിന്നെക്കൊണ്ടൊന്നും ചെയ്യാൻ കഴിയത്തില്ല, അല്ലെങ്കിൽ നിന്നെ കാണാൻ കൊള്ളത്തില്ല, നീ മോശമാണ്,
നീ അങ്ങനാണ് ഇങ്ങനെയാണ് എന്നൊക്കെ ഒരു ചെറിയ കുട്ടിയുടെ അടുത്ത് നോർമലി പേരൻസ്, കൂടുതലും പേരൻസ് ആയിരിക്കും പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെയുള്ള വിശ്വാസങ്ങൾ നമ്മുടെ തലയിൽ ഇൻജെക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ലൈഫ് മൊത്തത്തിൽ ആ ഒരു രീതിയിലായിരിക്കും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പിന്നീട് അവരുടെ അങ്ങനെ വളർന്നു വന്ന ഒരു മോശമായ കുട്ടിക്കാലമുള്ള കുട്ടികളെ കൂടുതലും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരുടെ റിയാലിറ്റിയിൽ വരുന്ന എല്ലാ മനുഷ്യരും അവരോട് അങ്ങനെ ആയിരിക്കും പെരുമാറുന്നത്, അല്ലെങ്കിൽ അവരങ്ങനെയുള്ള ആളുകളെ ആയിരിക്കും അട്രാക്റ്റ് ചെയ്യുന്നത്. അത് കൂടുതലും അതിനകത്ത് നമുക്ക് കുറച്ചുകൂടെ വിശദമായിട്ട് പറയാനുണ്ട്. അങ്ങനെയുള്ള ആളുകളെയാണ് അട്രാക്റ്റ് ചെയ്യുന്നത് എന്ന് പറയുന്നതിലും ബെറ്റർ നമ്മുടെ വിശ്വാസം എന്തോ അതിനനുസരിച്ചാണ് നമുക്ക് ചുറ്റുമുള്ള എല്ലാം പ്രവർത്തിക്കുന്നത്. നമ്മൾ അങ്ങനെയുള്ള മനുഷ്യരെയും അങ്ങനെയുള്ള സാഹചര്യങ്ങളെയും അട്രാക്റ്റ് ചെയ്യുന്നു എന്നതിലുപരി അല്ലാത്തൊരു മനുഷ്യൻ വന്നാലും നമ്മുടെ ചിന്താഗതി എന്തോ അതിനനുസരിച്ചായിരിക്കും അവർ നമ്മളോട് പെരുമാറാൻ പോകുന്നത്, അല്ലെങ്കിൽ സാഹചര്യങ്ങൾ നമ്മളോട് പെരുമാറാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഈ ചെറിയ കാലത്തെ നമ്മുടെ തലയിലുണ്ടായ ഒരുപാട് വിശ്വാസങ്ങളുണ്ട്. ഇത് ആരെയും ബ്ലെയിം ചെയ്യാനോ അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കളെ കുറ്റപ്പെടുത്താനോ നമ്മുടെ ചുറ്റുപാടുമുള്ളവരെ കുറ്റപ്പെടുത്താനോ നമ്മളോട് അങ്ങനെ പെരുമാറിയവരെ കുറ്റപ്പെടുത്താനോ ഒന്നിനും വേണ്ടിയിട്ടല്ല. അവർക്കിതറിയത്തില്ല. അവർക്കിതൊക്കെ അറിയാമായിരുന്നു എങ്കിൽ അവർ ഇതിലും നന്നായിട്ട് തന്നെ നമ്മളോട് പെരുമാറിയേനെ. അവരും അവർക്ക് മുൻപേ ഉള്ളവർ അല്ലെങ്കിൽ അവരുടെ മുൻഗാമികൾ അവരിൽ ഇൻജെക്റ്റ് ചെയ്ത് കൊടുത്തത് അവർ നമുക്ക് തരുന്നു. നമ്മൾ നമ്മുടെ അടുത്ത തലമുറയ്ക്ക് കൊടുക്കുന്നു. അങ്ങനെ നമ്മളിൽ കയറി വന്ന കുറേ വിശ്വാസങ്ങളുണ്ട്. സിമ്പിളായിട്ട് സെൽഫ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ വിശ്വാസങ്ങൾ നമ്മൾ മാറ്റിയെടുക്കുക. സെൽഫ് കൺസെപ്റ്റിൻ്റെ ഏറ്റവും സിമ്പിളായിട്ടുള്ള ബിലീഫ് എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിലുള്ള എല്ലാ നല്ല കാര്യങ്ങളും അല്ലെങ്കിൽ ഈ ഭൂമിയിൽ എന്തൊക്കെയുണ്ടോ അതൊക്കെ അനുഭവിക്കാനും ആസ്വദിക്കാനും നമുക്ക് യോഗ്യതയുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ ഓരോരുത്തരും ഈ ഭൂമിയിലോട്ട് വന്നത്. അതിന് നമുക്ക് ഈ ഭൂമിയിലുള്ള ഓരോ മനുഷ്യർക്കും യോഗ്യതയുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കുന്നതാണ് സെൽഫ് കൺസെപ്റ്റിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ സെൽഫ് കൺസെപ്റ്റ് ചേഞ്ച് ചെയ്യാൻ നമ്മുടെ വിശ്വാസങ്ങൾ എന്തോ നമ്മളതിനെ ചേഞ്ച് ചെയ്യുക. നമ്മളിൽ ഒരുപാട് നെഗറ്റീവായിട്ടുള്ള ബിലീഫ്സ് ഉണ്ട്. നമ്മൾ ആ ബിലീഫ്സിൽ വർക്ക് ചെയ്യുക. ആ നെഗറ്റീവായിട്ടുള്ള വിശ്വാസങ്ങളെ നമ്മൾ മാറ്റിയെടുക്കുമ്പോൾ നമ്മുടെ ലൈഫ് ഓൾറെഡി പോസിറ്റീവ് ആയിക്കൊള്ളും. അതിനുശേഷം നമ്മൾ നമ്മുടെ എന്താണോ ഡിസൈഴ്സ്, നമ്മുടെ എസ് പി എന്ന് വെച്ചാൽ കൂടുതലും ലോ ഓഫ് അസംഷനിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയായിരിക്കും, അല്ലെങ്കിൽ കോച്ചിങ് എടുത്തിട്ടുള്ള ആൾക്കാർക്ക് മനസ്സിലാവും. എസ് പി എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്പെസിഫിക് പേഴ്സൺ എന്ന് വെച്ചാൽ നമ്മുടെ ലവറോ അല്ലെങ്കിൽ എക്സ് അങ്ങനെ മാത്രമല്ല, നമ്മുടെ ചുറ്റുപാടിൽ നമ്മൾ സ്പെസിഫിക് ആയിട്ട് ആരെ ഉദ്ദേശിക്കുന്നു അവരൊക്കെ. ചിലപ്പോൾ നമ്മുടെ റിലേറ്റീവ്സ് ആകാം, നമ്മുടെ പേരൻസ് ആകാം, നമ്മുടെ സിബ്ലിങ്സ് ആകാം, അല്ലെങ്കിൽ നമ്മുടെ ലവർ ആകാം, നമ്മുടെ ഹസ്ബൻഡ് ആകാം, വൈഫ് ആകാം, ആരുമാകാം. സ്പെസിഫിക് പേഴ്സൺ, അല്ലെങ്കിൽ നമ്മളൊരു ജോലിയുടെ കാര്യത്തിൽ ഒരു ജോലി മാനിഫെസ്റ്റ് ചെയ്യുന്നു, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റെന്തെങ്കിലും കാര്യം, നമ്മുടെ ഹൈറ്റ്, വെയ്റ്റ്, അങ്ങനെ എന്ത് കാര്യം നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുമ്പോഴും നമ്മൾ ആദ്യം നമ്മുടെ സെൽഫ് കൺസെപ്റ്റിലാണ് വർക്ക് ചെയ്യേണ്ടത്. നമ്മുടെ സെൽഫ് കൺസെപ്റ്റിൽ നമ്മൾ വർക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്ന അഫർമേഷൻസ് ഒരിക്കലും നമ്മുടെ മൈൻഡ് അംഗീകരിക്കില്ല. നമ്മളെന്തോ കള്ളം പറയുന്നത് പോലെ മാത്രമേ നമ്മുടെ മൈൻഡിന് ഫീൽ ചെയ്യൂ. നമ്മൾ പിന്നെ ഡെസ്പറേറ്റ് ആകും, നമ്മളത് വിട്ടിട്ട് പോകും. നമ്മൾ റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ട് റിസൾട്ടിൽ മാത്രമായോ റിസൾട്ട് വരുന്നില്ലല്ലോ അങ്ങനെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ മാനിഫെസ്റ്റേഷൻ കംപ്ലീറ്റ് ആകില്ല. ഒരിക്കലും നമ്മളെ കൊണ്ട് ഒന്നും ചെയ്യാനും കഴിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുമ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ, മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ഭയങ്കര സിമ്പിളാണ്. നമ്മളൊരു ഡിസയർ, നമുക്ക് എന്തെങ്കിലും ഒരു ഡിസയർ ഉണ്ട്, നമ്മൾ ആ ഡിസയറിന് ഓപ്പോസിറ്റായിട്ട് ചിന്തിക്കാതിരിക്കുക. നമ്മൾ ആ ഡിസയറിനെ കുറിച്ച് പോസിറ്റീവായിട്ട് ചിന്തിക്കുക. ലിവിങ് ഇൻ ദ എൻഡ് എന്ന് പറഞ്ഞാൽ അത് ഓൾറെഡി നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുക. നമ്മുടെ 3D റിയാലിറ്റി, അതായത് ഇപ്പം നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന 3D റിയാലിറ്റി നമ്മൾ ചെക്ക് ചെയ്യാതിരിക്കുക. കാരണം 3D റിയാലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഓൾഡ് തോട്ട്സ്, നമ്മൾ കഴിഞ്ഞ തൊട്ട് മുമ്പത്തെ നിമിഷം വരെ, അല്ലെങ്കിൽ കഴിഞ്ഞൊരാഴ്ച, കഴിഞ്ഞൊരു വർഷം, കഴിഞ്ഞ കാലങ്ങളിൽ, അല്ലെങ്കിൽ ഇത്രയും വർഷങ്ങളിൽ നമ്മൾ ചിന്തിച്ച കാര്യങ്ങൾ മാത്രമാണ് നമ്മുടെ 3D റിയാലിറ്റി. നമ്മുടെ 3D എപ്പോഴും ചേഞ്ചാണ്. നമ്മുടെ 3D ഓരോ മിനിറ്റിലും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതൊരിക്കലും ഫിക്സ് ആയിട്ട് നിൽക്കുന്നൊരു സാധനമല്ല. ഇപ്പം നമ്മൾ ഇന്ന് മുതൽ പോസിറ്റീവായിട്ട് ചിന്തിച്ച് തുടങ്ങുമ്പോൾ
അടുത്ത നിമിഷം അല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ കുറച്ച് സമയത്തിന് ശേഷം തീർച്ചയായിട്ടും നമ്മുടെ 3D ചേഞ്ച് ആവും. അത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് എങ്ങനെ അതിനോട് റിയാക്ട് ചെയ്യുന്നു. അതായത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് എത്ര വേഗത്തിൽ റീപ്രോഗ്രാം ആകുന്നു അത്രയും വേഗത്തിൽ നമ്മുടെ 3D ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. അത്രയും സിമ്പിളാണ് മാനിഫെസ്റ്റേഷൻ. പക്ഷേ നമ്മുടെ നെഗറ്റീവ് ബിലീഫ്സ് നമ്മുടെ ഉള്ളിലിരിക്കുന്നിടത്തോളം കാലം ഒരിക്കലും നമ്മുടെ മൈൻഡ് അത് അക്സെപ്റ്റ് ചെയ്യത്തില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം നമ്മുടെ ബിലീഫ്സിൽ, അതായത് നമ്മുടെ സെൽഫ് കൺസെപ്റ്റിൽ നമുക്ക് വർക്ക് ചെയ്താൽ മാത്രമേ നമ്മുടെ മാനിഫെസ്റ്റേഷൻ വളരെ ഈസി ആയിട്ട് പോകും. അപ്പോൾ എല്ലാവരും ചോദിക്കും, നമ്മുടെ സെൽഫ് കൺസെപ്റ്റിൽ വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒരിക്കലുമല്ല. നമ്മുടെ സെൽഫ് കൺസെപ്റ്റിൽ വർക്ക് ചെയ്തില്ലെങ്കിൽ നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ആ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും നമുക്കത് അങ്ങനെ നിലനിൽക്കണ്ടേ, അത് ലൈഫ് ലോങ് നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകണ്ടേ. അതിന് നമ്മൾ സെൽഫ് കൺസെപ്റ്റിൽ വർക്ക് ചെയ്യുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇല്ലെങ്കിൽ ആ റിസൾട്ട് നമുക്ക് എപ്പോഴും നിലനിൽക്കത്തില്ല. നമുക്ക് ഭയങ്കര പല ഡൗട്ടുകൾ വരും. അയ്യോ ഇതിങ്ങനെ, എനിക്കിതിന് യോഗ്യതയുണ്ടോ, അല്ലെങ്കിൽ ഇതെൻ്റെ കയ്യിൽ നിൽക്കുമോ, അതിങ്ങനെയാണോ ഇങ്ങനെയാണോ, എന്നെക്കൊണ്ട് അത് പറ്റത്തില്ല, എന്നെക്കൊണ്ട് ഇത് പറ്റത്തില്ല. അങ്ങനെ നമുക്ക് സംശയങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അതിന് നെഗറ്റീവ് റിസൾട്ട് ഉണ്ടാകും. പിന്നെ ചില കാര്യങ്ങളിലൊന്നും നമുക്ക് സെൽഫ് കൺസെപ്റ്റിൻ്റെ ആവശ്യമില്ല. ഇപ്പം നമുക്ക് ചില കാര്യങ്ങളിൽ നമുക്ക് വിശ്വാസം കാണും. ഇപ്പം നമ്മളൊരു ചോക്ലേറ്റ് മാനിഫെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഐസ്ക്രീം മാനിഫെസ്റ്റ് ചെയ്യുക, അതിനൊന്നും ഇപ്പം നമുക്ക് സെൽഫ് കൺസെപ്റ്റിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇപ്പം എന്താ പറയുന്നത്, 10 രൂപയുടെ ഒരു ഐസ്ക്രീം അല്ലെങ്കിൽ ഒരു ചോക്ലേറ്റ് നമ്മളെല്ലാവരെ കൊണ്ടും വാങ്ങിക്കാൻ പറ്റും എന്നുള്ളൊരു ബോധ്യം നമ്മുടെ മൈൻഡിനുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ചില കാര്യങ്ങളിൽ നമുക്ക് നല്ല ബോധ്യം കാണും. എന്നെക്കൊണ്ട് ഇത് പറ്റും, അല്ലെങ്കിൽ എനിക്കിത് ഓക്കെയാണ്. അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും നമ്മൾ സെൽഫ് കൺസെപ്റ്റ് അത്ര വർക്ക് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അത്ര വർക്ക് ചെയ്യേണ്ട കാര്യമില്ല എന്ന് വെച്ചാൽ അതിലൊക്കെ നമ്മുടെ സെൽഫ് കൺസെപ്റ്റ് ഓക്കെ ആയിരിക്കും. ഇപ്പോൾ ചിലർക്ക് ജനറൽ സെൽഫ് കൺസെപ്റ്റ്, അതായത് അവരെക്കുറിച്ച് അവർക്ക് നല്ല കാഴ്ചപ്പാടായിരിക്കും, അല്ലെങ്കിൽ ജോലിയുടെ കാര്യത്തിൽ അവർക്ക് നല്ല കാഴ്ചപ്പാടായിരിക്കും. പക്ഷേ അവരുടെ SP കാര്യത്തിൽ മാത്രമായിരിക്കും, ആ ഒരു സ്പെസിഫിക് പേഴ്സൻ്റെ കാര്യത്തിൽ മാത്രമായിരിക്കാം അവർക്ക് സെൽഫ് കൺസെപ്റ്റ് ഭയങ്കര ലോ ആയിട്ടുള്ളത്. ചിലർക്ക് പേഴ്സൻ്റെ കാര്യത്തിൽ അത് ഓക്കെ ആയിരിക്കും, ചിലപ്പോൾ ജോലിയുടെ കാര്യത്തിലായിരിക്കും, അല്ലെങ്കിൽ റിലേറ്റീവ്സിൻ്റെ പേരൻസിൻ്റെ കാര്യത്തിലായിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ ശരീരത്തിൻ്റെ കാര്യത്തിലായിരിക്കും. ചിലർക്ക് ഇതിനകത്ത് എല്ലാത്തിലും വരാം. അങ്ങനെ പലർക്കും പല രീതിയിലായിരിക്കും സെൽഫ് കൺസെപ്റ്റിൽ ഇഷ്യൂസും. അതേപോലെ തന്നെ നമുക്ക് ഒരുപാട് ലിമിറ്റിംഗ് ബിലീഫ്സുകൾ കാണും. കാരണം നമ്മൾ 30 അല്ലെങ്കിൽ 40 അല്ലെങ്കിൽ 20, 25 വർഷങ്ങൾ കൊണ്ട് നമ്മൾ നമ്മുടെ ചുറ്റുപാടിൽ നിന്ന് ഉണ്ടാക്കിയെടുത്ത ഒരുപാട് നെഗറ്റീവ് ബിലീഫുകളുണ്ട്. അത് മാറാൻ നമുക്ക് കുറച്ച് സമയമെടുക്കും. അതിൽ നമ്മൾ ഉറപ്പായിട്ടും വർക്ക് ചെയ്തേ പറ്റൂ. അത് മാറ്റിയെടുക്കാതെ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ മാനിഫെസ്റ്റേഷൻസോ നമ്മുടെ ലൈഫോ ഒന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിൽ വർക്ക് ചെയ്യുക. അതിൽ വർക്ക് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ സെൽഫ് കൺസെപ്റ്റിൽ നമ്മൾ വർക്ക് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഒരു 98% പ്രശ്നങ്ങളും അല്ലെങ്കിൽ ഇഷ്യൂസും നമുക്ക് മാറും. പിന്നെ നമ്മൾ നോർമലായിട്ട് അഫർമേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ടെക്നിക്സുകൾ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമുക്ക് തുടർന്ന് 1-2 വീഡിയോകൾ ഞാൻ ചിന്തിക്കുന്നത് സെൽഫ് കൺസെപ്റ്റിനെ കുറിച്ചുള്ള വീഡിയോസ് ചെയ്യാമെന്നാണ്. നമ്മുടെ സെൽഫ് കൺസെപ്റ്റ് ഓക്കെ ആയി കഴിയുമ്പോൾ നമ്മുടെ മാനിഫെസ്റ്റേഷൻസ് നമുക്ക് ഭയങ്കര ഈസി ആൻഡ് എഫർട്ട്ലെസ്ലി നമുക്ക് സാധിക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ബിലീഫ്സ് എന്തൊക്കെയാണെന്ന് നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നമ്മുടെ ബിലീഫ്സ്, നമ്മുടെ നെഗറ്റീവ് ബിലീഫ്സ് നമ്മളത് എന്തൊക്കെയാണെന്ന് കണ്ടെത്തുക. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് നമ്മൾ അഫേം ചെയ്യുക. അല്ലെങ്കിൽ ഇപ്പോൾ എല്ലാവരും പറയുക റെപ്പറ്റീഷനാണ് നമ്മുടെ നമ്മുടെ കീ എന്ന് എല്ലാവരും പറയാറുണ്ട്. നമ്മൾ റെപ്പറ്റീഷൻ ചെയ്യുന്നത്, നമ്മുടെ തലച്ചോറിനെ നമ്മൾ റീപ്രോഗ്രാം ചെയ്യുന്നത് റെപ്പറ്റീഷനിൽ കൂടെയാണ്. കൂടുതൽ വട്ടം പറഞ്ഞാണ് നമ്മൾ നമ്മുടെ തലച്ചോറിനെ റീപ്രോഗ്രാം ചെയ്യുന്നത്. അത് ഒരു പരിധിവരെ ശരിയാണെന്ന് പറഞ്ഞാലും ചില കാര്യങ്ങളിൽ ഇപ്പം നമ്മുടെ പേരൻസോ അല്ലെങ്കിൽ നമ്മുടെ ഹസ്ബൻഡോ ആരെങ്കിലും ഇപ്പം നമ്മൾ വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല, ഒരു ചെറിയ എക്സാമ്പിളാണ്. അപ്പോൾ അവർ നമ്മുടെ അടുത്ത് പറയാം, ഓക്കെ ഞാൻ ട്രാഫിക്കിൽ നിൽക്കുമായിരുന്നു, അല്ലെങ്കിൽ ഞാൻ വേറെ എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിന് നിൽക്കുമായിരുന്നു, അതുകൊണ്ടാണ്
എടുക്കാൻ പറ്റാഞ്ഞത്. നമ്മളത് വിശ്വസിക്കുമല്ലോ. പിന്നെയും പിന്നെയും നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുമോ, അങ്ങനെയാണോ പറഞ്ഞത്, ഇങ്ങനെയാണോ പറഞ്ഞത്. ചില കാര്യങ്ങൾ നമുക്ക് ഒരു തവണ പറയുമ്പോൾ തന്നെ നമ്മുടെ തലച്ചോറിലൊരു വിശ്വാസമായിട്ട് മാറും. അങ്ങനെ ഒരു തവണ അഫേം ചെയ്താൽ പോലും, അല്ലെങ്കിൽ ഒരു തവണ നമ്മുടെ മൈൻഡിനെ പറഞ്ഞ് പഠിപ്പിച്ചാൽ പോലും ചില കാര്യങ്ങൾ നമുക്ക് ദൃഢമായിട്ട് നമ്മുടെ ഉള്ളിൽ വിശ്വാസമായിട്ട് മാറും. അപ്പം അങ്ങനെ കണ്ടിന്യൂസ് 500 തവണ, ചിലർ പറയാറുണ്ട് 500 തവണ അഫർമേഷൻ എടുക്കണം, 1000 തവണ അഫർമേഷൻ എടുക്കണം, അല്ലെങ്കിൽ 10,000 തവണ അഫർമേഷൻ. അതൊക്കെ ലിമിറ്റിംഗ് ബിലീഫ്സ് ആണ്. അങ്ങനെ 500 തവണ 1000 തവണയൊന്നും അഫർമേഷൻ എടുത്തത് കൊണ്ട്, നിങ്ങളുടെ ബിലീഫ് ചേഞ്ച് ആകാതെ വെറുതെ ഇരുന്ന് അഫർമേഷൻ എടുത്തത് കൊണ്ട് ഒന്നും സാധിക്കാൻ പോകുന്നില്ല. നിങ്ങളുടെ ബിലീഫ് ചേഞ്ച് ആവുന്നുണ്ടെങ്കിൽ ഒറ്റ തവണ അഫർമേഷൻ പറഞ്ഞാൽ പോലും, അല്ലെങ്കിൽ എന്തെങ്കിലും ടെക്നിക്സ് യൂസ് ചെയ്താൽ ഒറ്റ തവണ ചെയ്താൽ പോലും കംപ്ലീറ്റ്ലി നിങ്ങളുടെ ബിലീഫ് ചേഞ്ച് ആവും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ ഭയങ്കര ഈസി ആയിട്ട് നടക്കും. അതുകൊണ്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ സെൽഫ് കൺസെപ്റ്റിൽ വർക്ക് ചെയ്യുക, നമ്മുടെ അഫർമേഷൻസ് അല്ലെങ്കിൽ നമ്മുടെ ടെക്നിക്സ് ചെയ്യുക, കാമായിട്ടിരിക്കുക. ഒരിക്കലും നമ്മുടെ 3D റിയാലിറ്റി, അതായത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ റിയാലിറ്റി നമ്മൾ പോയി ചെക്ക് ചെയ്യാതിരിക്കുക. ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ, എനിക്കറിയാം തുടക്കക്കാരെന്നെ കേൾക്കുമ്പം നിങ്ങൾക്ക് അത്ര കാമായിട്ടിരിക്കാൻ പറ്റത്തില്ല, ഇതത്ര ഈസി പ്രോസസ്സാണെന്ന് തോന്നത്തില്ല. ഇതൊക്കെ ഓക്കെയാണ്. പക്ഷേ നമ്മൾ മാനിഫെസ്റ്റേഷൻ ജേർണിയിൽ മുന്നോട്ട് പോകുമ്പോൾ ഇതൊക്കെ നമുക്ക് ശരിയായി വരും. നമുക്കിത് ഭയങ്കര ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും. നിങ്ങളെപ്പോലെയൊക്കെ ഒരു തുടക്കക്കാരിയായിരുന്ന ഞാനും എനിക്ക് കഴിയില്ല എന്ന് കരുതിയ പല കാര്യങ്ങളും ഞാനിന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. പല കാര്യങ്ങളും ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. ഉടനെ തന്നെ സെൽഫ് കൺസെപ്റ്റിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ 1-2 ഭാഗമായിട്ട് തന്നെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിലിടാം. ഉറപ്പായിട്ടും ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അടുത്ത വീഡിയോ നമുക്ക് ഏറ്റവും വേഗത്തിൽ തന്നെ, എത്രയും വേഗത്തിൽ തന്നെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അതുവരെ എല്ലാവരും സുഖമായിട്ടിരിക്കുക. ഹാപ്പി മാനിഫെസ്റ്റിംഗ്.